കുറെ നാളായിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, കുറഞ്ഞ ചെലവിൽ നല്ല ക്വാളിറ്റി ഓഡിയോ നൽകുന്ന നല്ല കിടിലൻ ടവർ സ്പീക്കർ ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇത് നോക്കിക്കോ, ഒരു ടേബിൾ നിറച്ച് ടവർ സ്പീക്കറുകളാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ടവർ സ്പീക്കറുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഹൈ ക്വാളിറ്റി ഓഡിയോ നൽകുന്ന കിടിലൻ സാധനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോണത്. അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഇതൊക്കെ കാണാനായിട്ട് ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. അപ്പൊ അധികം സമയം കളയണ്ട, നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടേക്കാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു കുഞ്ഞൻ ടവർ സ്പീക്കറിനെയാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇതിന്റെ പടവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് അൺബോക്സ് ചെയ്തേക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടവർ സ്പീക്കർ. ടവർ സ്പീക്കർ എന്ന് പറയുമ്പോൾ രണ്ട് കിഡിലൻ ടവർ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതേപോലെ തന്നെ നമുക്ക് ഒരു കിഡിലൻ സബും കാര്യങ്ങളും കൂടെ ഇതിനൂടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ടവർ സ്പീക്കറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു പ്രീമിയം ലുക്കും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ലഭിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് വലിയ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂടാതെ തന്നെ നമുക്കൊരു 8 ഇഞ്ചിന്റെ ഒരു സബ് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു സബിന്റെ ബാസ് കൺട്രോളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നേരെ ബാക്കിലായിട്ടാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് 2 ഓക്സ് കേബിൾ കാണാൻ സാധിക്കും. ഈ കേബിളാണ് നമ്മുടെ ഈ ഒരു സ്പീക്കർ കണക്ട് ചെയ്യുന്നത്. അതിന്റെ ബാക്കിലായിട്ട് 2 സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് നമുക്ക് റൈറ്റും അതേപോലെ തന്നെ ലെഫ്റ്റും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. പിന്നെ ഇതിന്റെ ബാക്കിൽ നമുക്ക് ഒരു ഓണോ സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടവർ സ്പീക്കർ ആണ്. ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സൈഡിലായിട്ട് നമുക്ക് ഒരു എയർ വെന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത്, ഓക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ കണക്ട് ചെയ്യാൻ സാധിക്കും. അതിന്റെ കണക്ടിവിറ്റിയും കാര്യങ്ങളും എല്ലാം തൊട്ട് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടവർ സ്പീക്കർ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇവന്റെ വർക്ക് ഒന്ന് കണ്ടാലോ. അപ്പൊ ഞാൻ പാട്ട് പ്ലേ ചെയ്യാൻ പോവാണ്. ഈ പാട്ട് അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടെ, ഏതാ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സോങ് എന്നുള്ളത്. അപ്പോൾ പ്ലേ ചെയ്യുക. ബാസ് പറഞ്ഞാവേ, നമ്മുടെ 2 ടവറിന്റെ വർക്ക് മാത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ബാസ് കൂട്ടാം. അപ്പൊ നമ്മൾ ഈ ഒരു കുഞ്ഞൻ ടവർ സ്പീക്കറിന്റെ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടവർ സ്പീക്കറിലേക്ക് കടക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടവർ സ്പീക്കർ. അപ്പോ അടുത്തതായിട്ട് നമുക്ക് വേണ്ടി ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടവർ സ്പീക്കർ. അപ്പോൾ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓണാക്കി നോക്കിയിട്ടില്ല, കണ്ടിട്ട് എനിക്ക് ലൈറ്റായിട്ടാണ് തോന്നുന്നത്. കൂടാതെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് സ്പീക്കറുകൾ കാണാൻ സാധിക്കും, ഒരു എയർ വെന്റ് കാണാൻ സാധിക്കും. കൂടാതെ തന്നെ ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് ബാസ് കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതൊന്ന് ഓൺ ആക്കിയിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതിന്റെ വർക്ക് എന്ന് കേൾക്കാം. നമ്മളപ്പോൾ നേരത്തെ കേട്ട അതേ പാട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ടവർ സ്പീക്കറിൽ ഇടാൻ പോണത്. അപ്പോൾ നമുക്ക് പാട്ട് പ്ലേ ചെയ്യാം. കിടുവല്ലേ? അടിപൊളി വർക്കല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു വീട്ടിലേക്കൊക്കെ വേണ്ട ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ട്, ഓക്സ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. കൂടാതെ തന്നെ ഫ്രണ്ടിലായിട്ട് നമുക്കിത് ചെറിയൊരു ലൈറ്റും കാര്യങ്ങളും ഒരു RGB ലൈറ്റും കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. ചെറിയ പൈസയ്ക്ക് കൂടുതൽ ഫീച്ചേഴ്സ് അല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ടവർ സ്പീക്കർ എന്നുള്ള കാര്യം ഇപ്പം തന്നെ എല്ലാവരും കമന്റിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അടുത്തായിട്ട് ഇനി കാണാൻ പോണത് 2 ഭീകരനായിട്ടുള്ള 2 ടവർ സ്പീക്കറാണ്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ 2 ടവർ സ്പീക്കറാണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടവർ സ്പീക്കർ. അപ്പോൾ ലിമോർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ടൊന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലിമോറിന്റെ ടവർ സ്പീക്കർ. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്കിത് ഫ്രണ്ട് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത്യാവശ്യം നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ടവർ സ്പീക്കറാണ്. ഫ്രണ്ടിലോട്ട് നമുക്ക് സ്പീക്കറുകൾ കാണാൻ സാധിക്കും. അതേപോലെ താഴെയായിട്ട് എയർ വെന്റ് കാണാൻ സാധിക്കും. നമ്മളിപ്പം കണ്ടതിൽ വെച്ച് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കുള്ള ഒരു ടവർ സ്പീക്കറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലായിട്ട് ഡിജിറ്റൽ ഡിസ്പ്ലേയും ബട്ടൺസും കാര്യങ്ങളും പെൻഡ്രൈവ് സ്ലോട്ടും കാര്യങ്ങളും എല്ലാം കാണാൻ സാധിക്കും. തൊട്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു വോക്കൽ, അതേപോലെ വോളിയം, അതേപോലെ തന്നെ നമ്മുടെ ബാസ്, ട്രിബിൾ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതിങ്ങനെ നമ്മുടെ ടവർ സ്പീക്കർ ഇങ്ങനെ പൊക്കി മാറ്റാനായിട്ടുള്ളൊരു ഹോൾഡറും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ബാക്കിലേക്ക് വരാൻ നേരം നമുക്ക് ഇതിലൊരു മൈക്ക് കുത്താനുള്ള ഓപ്ഷൻ, മൈക്ക് കുത്തി നമുക്ക് പാട്ടൊക്കെ പാടാൻ കരോക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ടവർ സ്പീക്കറാണ്. കരോക്കെ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് മൈക്ക് കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടുതൽ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഓക്സിൻ, അതായത് നമുക്ക് ഓക്സ് കേബിൾ കണക്ട് ചെയ്യാൻ സാധിക്കും. താഴെയായിട്ടൊരു സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലിമോറിന്റെ ഈ ഒരു ടവർ സ്പീക്കറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം. അത്യാവശ്യം നല്ല ബാസും ഉണ്ട്, വോക്കൽ ക്വാളിറ്റി അടിപൊളി.
അത്യാവശ്യം ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന നല്ല അടിപൊളി ഒരു ടവർ സ്പീക്കറാണ് നമ്മുടെ ഒരു ലിമോറിന്റെ ടവർ സ്പീക്കർ. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ടവർ സ്പീക്കർ കാണാം, അതിന്റെ വർക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കേൾക്കുകയും ചെയ്യാം. അപ്പൊ അതെ, ഇതാണ് നമ്മുടെ ലിമോർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ടവർ സ്പീക്കർ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ടവർ സ്പീക്കർ അൺബോക്സ് ചെയ്തിട്ട് ഇതിന്റെ വർക്കും അതേപോലെ ലുക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. അപ്പൊ അതെ, ഇതാണ് നമ്മുടെ ലിമോറിന്റെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന ടവർ സ്പീക്കർ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും നേരം കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് നൽകുന്ന ഒരു അടിപൊളി ഒരു ടവർ സ്പീക്കറാണ് നമ്മുടെ ഈ ഒരു ലിമോറിന്റെ ഈ ഒരു സാധനം. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഫുള്ള് നെറ്റ് കവേർഡ് ആണ്, അതായത് നമുക്ക് ഫുള്ള് നെറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലായിട്ടാണ് സ്പീക്കറും കാര്യങ്ങളും വോക്കലിന്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. തൊട്ട് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു സബ് വൂഫർ കാണാൻ സാധിക്കും. ഇത് ഒരു 8 ഇഞ്ചിന്റെ ഒരു സബ് വൂഫറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ സൈഡിലായിട്ട് തന്നെയാണ് ഇതിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതൊന്ന് പൊക്കി മാറ്റാനുള്ള ആ ഒരു ഹോൾഡറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കൊരു AC കോഡ് കാണാൻ സാധിക്കും, ഒരു ഓൺ ഓഫ് സ്വിച്ച് കാണാൻ സാധിക്കും. പിന്നെ ഒരു ഓക്സിന്, അത് ഓക്സ് ഇന്ന് നമുക്ക് ഒരു പുറത്ത് വേറെ ആംപ്ലിഫയറോ കാര്യങ്ങളോ വന്നിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണെങ്കിൽ ഓക്സ് ഇന്ന് കൂടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ടവർ സ്പീക്കറിനെ കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ടവർ സ്പീക്കറാണ്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇവനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കൂടെ നമ്മൾ നേരത്തെ കേട്ട പാട്ടിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ അതെ, നമ്മുടെ ടവർ സ്പീക്കറിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമ്മൾ കേൾക്കാൻ പോവാണ്. പാട്ട് പ്ലേ ചെയ്യുക. കരയുടെ മേലെ കാക്കാത്തി കിളിയതു ചൊന്നേ, അലതല്ലും തിരകളെയൊന്നായി കൈകുമ്പിൽ കോരിയെടുത്തേ, തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയതു ചൊന്നേ. എന്റെ മോനെ കിടും. വെണ്ണലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോലെ. എങ്ങനെയുണ്ട് സാധനം? കിടുവല്ലേ? നമ്മുടെ ട്രാവലിസ്റ്റയുടെ പാട്ട് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ടവർ സ്പീക്കറിന്റെ വർക്കും കാര്യങ്ങളും കൂടെ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ എന്നെ ഒന്ന് അറിയിക്കാം. അപ്പോൾ ഇത്രയും ടവർ സ്പീക്കറുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടവർ സ്പീക്കേഴ്സ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന്റെ വില ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് താഴെയായിട്ടൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് എക്സാക്ട് എത്ര രൂപയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ്. കാരണം നമ്മുടെ ഈ ഒരു വീഡിയോ ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ ആൾക്കാർ കാണുന്നു. അപ്പോൾ അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞ വില ആയിരിക്കത്തില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളും നമ്മളെ വീഡിയോ കണ്ട് വിളിക്കുന്ന ആളും തമ്മിലൊരു ക്ലാഷ് ഉണ്ടാവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. കാരണം പ്രായമുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കത്തില്ല ഇത് 2 വർഷം മുന്നേ ഇട്ട വീഡിയോ ആണെന്ന് അവർ നോക്കത്തില്ല. അവർ കാണുന്ന സമയത്ത് വിളിച്ചിട്ട് ആ വിലയല്ലോ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ട് നിങ്ങൾ പറ്റിക്കുവാണെന്നൊക്കെ ചോദിക്കുക. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ കൃത്യമായിട്ട് വില പറയാഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫോർ ടവർ സ്പീക്കർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടവർ സ്പീക്കർ വാങ്ങാൻ ഉള്ള നമ്പർ എന്ന് വേണമെങ്കിൽ ഞാൻ മലയാളത്തിൽ കൂടെ എഴുതിയിടാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ നിങ്ങൾ വിളിക്കുവാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റിന് എന്താണ് വിലയെന്നുള്ളത് അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടവർ സ്പീക്കർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ടവർ സ്പീക്കർ പരിചയപ്പെടുത്തണമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് താമസിച്ചത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ഗോവിന്ദ്, സൈനിങ് ഔട്ട്.